നമസ്കാരം. ഞങ്ങൾ വോട്ട് ചോദിച്ചു വന്നതാണ്. ഈ വോട്ട് തന്ന് സഹായിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നേമം വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നോടൊപ്പം കഴിഞ്ഞ 7.5 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ എം.ആർ. ഗോപൻ. അദ്ദേഹമാണ് ഇവിടുത്തെ BJPൻ്റെ സ്ഥാനാർത്ഥി. BJPയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണ് നേമം. എങ്ങനെയുണ്ട് ഇവിടുത്തെ മത്സരം? തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അതിന് മുന്നൊരുക്കം എന്ന നിലയ്ക്ക് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ ഉൾപ്പെടെയുള്ള ഈ ലീഡർമാരെല്ലാം വളരെ കാലമായി ഇതിൻ്റെ ഒരു മുന്നൊരുക്കം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വോട്ട് ചേർക്കൽ പ്രക്രിയയിലും വികസന പ്രവർത്തനം കഴിഞ്ഞ കൗൺസിലർ ശ്രീമതി ദീപികയോടൊപ്പമുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കാര്യക്ഷമതയോടെ കഴിഞ്ഞ ഒരു ഏകദേശം 6-7 മാസമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പൂർണ്ണമായും വിജയിക്കും. ഈ കഴിഞ്ഞ വർഷം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് BJP വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, കാരണം നഗരസഭാ അഴിമതിക്കെതിരെയും മറ്റുമൊക്കെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിപ്രാവശ്യം ഏത് തരത്തിൽ ഉപയോഗപ്രദമാകും? ഒരു ഭരണത്തിലെത്താൻ BJP സഹായിക്കും? തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ഈ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിലാണ്. ഈ 5 വർഷ കാലയളവിൽ നടത്തിയ അഴിമതികൾ ഒരുപക്ഷെ തിരുവനന്തപുരം നിവാസികൾ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്ക് ആ അഴിമതികൾ വരികയാണ്. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തട്ടിപ്പ്, കിച്ചൺ ബിൻ, നമുക്കറിയാം ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉറവിടത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ കിച്ചൺ ബിന്ന് കൊണ്ടുവച്ചതിൽ വൻ തട്ടിപ്പാണ് നടത്തുന്നത്. നമുക്കറിയാം ഒരു ബക്കറ്റ് അതിൽ ഇനോകുലം ഉൾപ്പെടെ ചേർത്ത് കൊണ്ടുള്ള ഒരു 300-400 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പദ്ധതിയെ 1800 രൂപ ഗവൺമെൻറ്റും നഗരസഭയുടെ സബ്സിഡിയോടെ 1800 ആയിരുന്നു, പിന്നെ അത് 1650 രൂപയാക്കി. അതിൽ വൻ അഴിമതി ഉണ്ടെന്ന് ഞങ്ങൾ തുടക്കം മുതലേ ആരോപിക്കുന്നു. BJP പ്രസിഡന്റ് തന്നെ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ ഇവിടെ എത്തി വികസനങ്ങളുടെ ഒരു പട്ടിക തന്നെ പ്രഖ്യാപിക്കും. അതിൻ്റെ ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരാൻ? തീർച്ചയായിട്ടും, ഉറപ്പല്ലേ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം കേന്ദ്രവുമായി അത്ര അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഒരു വികസിത അനന്തപുരി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വിശ്രമമില്ലാത്ത പോരാട്ടം നടത്തുന്ന സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട്. കേന്ദ്രവുമായി അദ്ദേഹത്തിന് അത് ചെയ്തെടുക്കാനുള്ള സ്വാധീനമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ആ പദവിയുടേതായിട്ടുള്ള അംഗീകാരമുണ്ട്. ഇതൊക്കെ കൊണ്ടുവച്ച് തിരുവനന്തപുരത്തിന് ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള, നമുക്ക് മറ്റ് സംസ്ഥാനത്ത് കിട്ടുന്നത് പോലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി ഇല്ല. നഗരത്തിലെ ജനങ്ങൾ വളരെ പൊറുതിമുട്ടുന്നു. ഡ്രെയിനേജ് സംവിധാനം, പതിറ്റാണ്ടുകളായി ഈ നഗരസഭ ഭരിക്കുന്ന ഭരണകൂടമായിട്ടുള്ള CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് 32 വാർഡുകളിൽ മാത്രമാണ് ഇന്ന് ഡ്രെയിനേജ് സംവിധാനം. ഈ ആര്യ രാജേന്ദ്രനെ ഈ മേയറാക്കിയത് ആനമണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞത് BJP അല്ല, അവരുടെ സഖാക്കളാണ്. അപ്പോൾ ആ പരാജയം മറച്ചു വയ്ക്കാൻ വീണ്ടും അധികാരത്തിൽ വരാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമായി ചില ഇടതുപക്ഷ ഉദ്യോഗസ്ഥരെയും കൂടെ കയ്യിലെടുത്തുകൊണ്ട് വാർഡുകളെ കീറിമുറിച്ച് അവർക്ക് വിജയിക്കുന്നതിന് ഭാഗമായിട്ടുള്ള വാർഡുകളാക്കി മാറ്റപ്പെട്ടു. എന്നാൽ വാർഡുകളെ കീറിമുറിച്ച് അല്ലാതെ ജനങ്ങളെ കീറിമുറിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ ഈ നഗരസഭാ ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം വോട്ടിൽ കൂടി രേഖപ്പെടുത്തും. ഈ ഭരണകൂടത്തെ താഴെ ഇറക്കും. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യും. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു BJP? സീറ്റിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന കണക്കുകൾ വരുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും BJPക്ക് വലിയ പ്രതീക്ഷയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ഇത്തരം അഭിപ്രായമാണ് നമ്മോടൊപ്പം പ്രതിപക്ഷ നേതാവ് കൂടിയായ M.R. ഗോപൻ പങ്കുവച്ചത്. നേമത്തു നിന്നും ശ്രീജുവിനൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്.